സോ ഹലോ ഗൈസ്, നമ്മളിങ്ങനെ വീണ്ടും വന്നിരിക്കുന്നു റോബ്ലോക്സിന്റെ ഒരു പുതിയൊരു ഗെയിമുമായിട്ട്. അതെ ഗൈസ്, ഇന്ന് ഞാനും എന്റെ ഫ്രണ്ട് ഡീപ്സ്റ്ററും വന്നിരിക്കുന്നത് റോബ്ലോക്സിലെ സെക്യൂരിറ്റികളായിട്ടാണ്. അതെ ഗൈസ്, നമ്മൾ ഇന്നൊരു എയർപോർട്ട് സെക്യൂരിറ്റി ഗെയിമാണ് കളിക്കുന്നത്. എന്റെ യൂണിഫോം ഒക്കെ കണ്ടല്ല ഗൈസ്. ഇന്ന് ഞാൻ ഇതേപോലെ വലിയൊരു ഓഫീസർ ആകുമ്പോൾ ഇവന്റെ യൂണിഫോം നോക്കിയുടെ ഇപ്പൊ നമ്മൾ റോക്കിയാണ്. റോക്കി മീൻസ് നമ്മളിപ്പോ ഒരു ന്യൂബ് ലെവൽ പോലീസ് ആണ്. കണ്ട ലെവല് കണ്ട ഗൈസ്, ഹീറോ ആണ്. അതുപോലെ തന്നെ എന്റെ കൂടെയുള്ള ഡീപ്സ്റ്ററെ ഇന്ന് എങ്ങനെയാണ് പൊളിച്ചടക്കല്ലേ? നമുക്കിന്ന് എല്ലാ കള്ളന്മാരും പിടിക്കണം. അതെ ഗൈസ്, ഇത് ഞങ്ങൾ രണ്ടുപേരും സെക്യൂരിറ്റിയിലാണ്. ഞങ്ങൾ ഇന്ന് എല്ലാ കള്ളന്മാരും പിടിച്ച് ബെസ്റ്റ് ഓഫീസർ ആവും ഈ ഒരു എയർപോർട്ടിലെ. സോ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഗൈസ്, നിങ്ങൾ ഇതൊരു ലൈക്ക് അടിച്ചില്ലേ ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയതാണ് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ക്യൂട്ട് നെയിമും കാര്യങ്ങളും എന്തെങ്കിലും കമന്റ് ചെയ്യുക. നമ്മൾ നേരെ വീഡിയോയിലോട്ട് വെക്കാം. ഓക്കെ ഡീപ്സ്റ്റർ, എത്തി കേട്ടോ. നിന്റെ യൂണിഫോം എവിടാ? സത്യം പറഞ്ഞ നീ കള്ള പോലീസ് അല്ലേ? അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നോക്കിയടാ, മെറ്റൽ ഡിറ്റക്ടർ ഗൈഡ്. ഓ, നമ്മൾ ഓരോരുത്തരെ പോകുമ്പോ തോണ്ടി ഈ സാധനം കണ്ടോ, അതിന്റെ കയ്യിലുള്ള ഇത് വെച്ച് ഓരോരുത്തരെ സ്കാൻ ചെയ്യണം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ നോട്ട് നോക്കുമ്പോ തോണ്ട് ID ചെക്കിങ് ഗൈഡ്. ഓ, നമ്മൾ ID കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതേപോലെ ബാഗും കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ അളിയാ പൊളിക്കല്ലേ? കരുവാ ഇത് കണ്ടോ, എന്റെ കയ്യിൽ ഉത്സവപ്പറമ്പിലെ കണ്ട്. ഓ മൈ ഗോഡ്, നിനക്ക് എവിടുന്നത് കിട്ടി? വെയിറ്റ്, എന്റേലും ഉണ്ടല്ലോ. ഓ, നിന്റെ ഉത്സവപ്പറമ്പിലെ കണ്ണല്ലേ? എന്തേലും നോക്കിയേ. എടാ, എനിക്ക് വേണ്ടി നിന്നെ അറസ്റ്റ് ചെയ്യാട്ടാ. അതെ, ഈ അറസ്റ്റ്. ഓ, 500 രൂപ ബുക്സ് എടുക്കണം. നോർമൈൻ ഓക്കെ. തോണ്ടറ നമ്മുടെ ആദ്യത്തെ ആള് വന്നിട്ട് ഇവന്റെ മോന്ത കണ്ടാ തന്നെ അറിയാലേ ഇവ ശരിയല്ലാന്ന്. അല്ലടാ, ശരിയല്ല. ഇവ എന്തൊക്കെ ഇട്ടിക്കണ് നോക്കട്ടെ. പക്ഷെ അങ്ങനല്ല, ഇവ എന്തേലും ആയുധങ്ങൾ കൊണ്ടിടക്കണ്ട നോക്കട്ടെ. പറയാൻ പറ്റില്ല, വല്ല ലഹരി മാഫിയത്തെ വലിയ ആളായിരിക്കും. ഇയാളെ പാസ്സാക്കി. ആരോടെ ഇത്ര പാസ്സാക്കിയത്? ഓക്കെ, ഇവന്റെ മോന്ത കണ്ടത്തിനറിയാം കഴിച്ച് ഇവൻ കള്ളനാണെന്ന്. ഓക്കെ, മുടീന്റെ ഉള്ളിലെല്ലാം ഒളിപ്പിച്ചിക്കണോ? പാസ്സാക്കിക്കോ. ലംബാവാണ്. ഓക്കെ, അടുത്ത ചേച്ചിയാണ്. ഓക്കെ, ചേച്ചിയുടെ കണ്ടറിയാം പാവാണ്. നാണം കൊണ്ട് വീട്ടുള്ള അങ്ങനെയാണ്. ബാക്ക് ചെക്ക് ചെയ്തിട്ടില്ല കേട്ടാ. ഓക്കെ, അടുത്ത ആള് വന്നിട്ട് അവനെ ഇന്ന് ജയിലിലോട്ട് അവൻ അടിക്കുന്ന പൊട്ടാസ് പൊട്ടിക്കണം. പിന്നെ ആരോടാ അവൻ കളിക്കണെന്ന് അവന്റെ വിചാരം? ഇവനെടുത്ത് ജയിലിലിട്ടാ. അടുത്താളെ ചെക്ക് ചെയ്യാം. ഇവനെ കണ്ടിട്ട് കുഴപ്പമില്ല. അച്ഛനെ പാസ്വേഡ്. ചെറുക്കം പോട്ടെ. എടാ, പെട്ടെന്ന് സമയമില്ല കേട്ടോ. ഇപ്പൊ ഫ്ലൈറ്റ് എടുക്കുന്നാണ് പറയണത്. ഓക്കെ, ഇവ സസ്സാണ്. എന്തോ ഡിക്റ്റഡ് ആയിക്കണെന്നാണ് മെഷീൻ പറയുന്നത്. വെയിറ്റ് ചെയ്യാന്ന് ചെക്ക് ചെയ്യട്ടെ. എടേ, ഇവന്റെ കയ്യിൽ എന്തോ പാവ ഉണ്ടല്ലോ. പാവ തന്നെയാണോ? അയ്യ, അത് പാവയല്ലടാ. പാവേന്റെ ഇനി വല്ല ബോംബെങ്ങാനും. പാസ്സായിക്കോ. ചെറുക്കം പാവം സ്കൂൾ പയ്യനാ പോകുന്നത്. ഇത് അടുത്ത സ്കൂൾ പയ്യത്. ഇവന്റെ കയ്യിലൊപ്പം എന്തോ ഇവിടെ ഇയർഫോൺ ആണാ. പാസ്സാക്ക്. ഓക്കെ, ഇവിടെ നോക്കുമ്പോ കാണാം ഇവന്റെ പണി എന്താ വെച്ചാൽ ഇവൻ പാസോ ഫെയിലോ, ഐ മീൻ ലൈക്ക് ഈ പാസഞ്ചറിനെ കടത്തി വിടണം വേണ്ടേന്നാണ്. ഇത് ലൈന് വലുതായി കേട്ടോ. എടാ, നീ ഇങ്ങൊന്ന് അടുത്ത ഇവരെ ഓരോരുത്തർ ID കാർഡ് നോക്കട്ടെ. ഇവന്റെ പേര് ഇവന്റെ മോന്ത വെച്ച് നോക്കുമ്പോ ഇവൻ തന്നെയാണ്. കടത്തിയിട് ചെറുക്കൻ പോട്ടെ. അടുത്തവന്റെ പേര് മോന്ത. അവിടെ മുടി ഇറച്ചല്ലോടാ. അളിയാ, എന്ത് ചെയ്യണം? അവൻ പാസ്പോർട്ട് സൈസിൽ മുടി വെട്ടി വന്നിക്കാണെങ്കിൽ അവൻ ഒരു നല്ല കാര്യത്തിന് പോവല്ലേ? രക്ഷപ്പെടാൻ പോണവരൊക്കെയാണ് നീ കൊന്നുകളഞ്ഞു. അയ്യോ, മിക്കവാറും എന്റെ ജോലിന്ന് പറഞ്ഞേക്കും മുതലാളി. അയ്യോ, ഓക്കെ, കടത്തിവിട്ടോ. പോടാ വീട്ടിൽ പോടാ. കടത്തിവിട്ടോ. ഇവനെ കണ്ടിട്ട് ശരിയാന്ന് തോന്നില്ലല്ലോ. മക്കളെ, എന്തിന് പ്രശ്നം? കൊന്നേക്ക്. നമ്മൾ ഇന്ന് ഇങ്ങനെയാണ് ഈ കൊറേ പേരെ കൊല്ലും തോന്നുന്നത്. ഈ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. വെയിറ്റ്. ഈ ബാഗ് ഒന്ന് നോക്കിയാടാ. ഫുള്ള് ആയുധം. ഡിസ്ട്രോയ്. അടുത്ത ബാഗ് വരട്ടെ. ഈ ബാഗ് ഗണ്ണ് ഡിസ്ട്രോയ്. അടുത്ത ബാഗ്. ഓക്കെ, നല്ലതാണ്. അത് പാസ്വേഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ. പാസ്വേഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇവനാണ് തോന്നുന്നത് ലാസ്റ്റത്തെ ആള് ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടിത്തെ. ഐ തിങ്ക് ഓക്കെ, ലാസ്റ്റത്തെ ആള് പാവാണ്. കടത്തിട്ടോ. എടാ, ചുമ്മാ ഒന്നും കേറി വെടിയാക്കല്ലേ കേട്ടോ. ഇവനെ കടത്തിട്ടോ. അടുത്തവനെയും കടത്തി. ഇനി ഇവരെ ബാക്ക് പാക്ക് നോക്കട്ടെ. ലാസ്റ്റ് വിട്ടാള് ഡ്രസ്സാണ്. പാസ്. അടുത്ത ബാഗ് ഒന്ന് നോക്കട്ടെ. 3 ബാഗ് ഒപ്പം പോയോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്നത്തെ ഗോള് നമ്മൾ കറക്റ്റ് ആണോ ചെയ്തത് അല്ലേ? ക്രിമിനൽ അറസ്റ്റഡ് 3 പേര്. സോർട്ടഡ് ലാംഗ്വേജ്. അയ്യോ, ഫുള്ള് വായിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് ഇരിക്കാനാട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ ദിവസം ലെറ്റ്സ് ഗോ. നമ്മുടെ ഓഫീസർ ക്യാപ്റ്റൻ ഡാനി പറയുന്നത് വാവ്, കീപ് ഡൂയിങ് വെൽ, ഐ മൈറ്റ് ഓപ്പൺ അനദർ എയർപോർട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡേ എന്തായാലും കിടിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ ഡാനി ഞങ്ങൾ പറയുന്നത്. സോ നമുക്ക് എന്തായാലും അടുത്തവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് വരട്ടെ.
അയ്യോ തീ പിടിച്ചടാ. വെയിറ്റ് ഫയർ എഞ്ചിൻ എടുക്കട്ടെ. ഫയർ എഞ്ചിൻ ആരുടെ ഇവിടെ തീട്ട്? എയർപോർട്ടിൽ ആരാടെ തീട്ട്? ഓക്കെ ഞാൻ എന്തായാലും ഗൈസ് അണച്ചിക്കണ്. ഓക്കെ ലെറ്റ്സ് ഗോ. നമുക്ക് എന്തായാലും ബാക്ക് ടു നമ്മുടെ പണിയിലോട്ട് പോവാം. നമുക്ക് ഓരോരുത്തരായിട്ട് മെല്ലെ ചെക്ക് ചെയ്യാം. ഡീപ്സ്റ്ററെ നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ എല്ലാരും ബാക്ക് പാക്ക് വെക്കും. ഓക്കെ എന്തോ തടഞ്ഞ കേട്ടോ. പോലെ അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്. വെയിറ്റ് ഡെക്കായിരുന്നു. ഓക്കെ നോർമൈൻഡ്. ഞാൻ ഇവിടെ നോക്കാം. പോട്ടെ അടുത്തവനെ കടത്തിട്ടോ. പോലെ സത്യം പറയടാ. കൊടു മരുന്നോട്. ഒയ്യോ ഇപ്പൊ ചാവും കേട്ടോ. ഷോക്കോട് കൊല്ലടാ അവനെ. പിന്നല്ല ഗുണ്ടോളോ നിക്കട്. അയ്യോ ഞാൻ ഇപ്പൊ ചാവും. ഞാൻ ലോടാ. അയ്യോ ഞാൻ ചത്തറ. എടാ അവിടെ ആരെയും കടത്തിവിടല്ല ഏട്ടാ. ഞാൻ ഇപ്പൊ വരെ കണ്ടവിടെ എവിടെ കൊല്ലടാ. എല്ലാത്തിനും ആടാ ശരിയാടാ. നമ്മള് ലാസ്റ്റ് ഒരുത്തനെ കടത്തിവിടാൻ നേരത്തെ നമ്മളെ കയറി അടിച്ചില്ലേ, അവന്റെ ആൾക്കാരാന്നാ തോന്നണ ഏട്ടാ എനിക്ക്. ഗ്രനേഡാ. മക്കൾക്ക് പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. അവിടെ കിടന്നോ. എടാ ഇതെന്താ പൂരപ്പറമ്പിലിട്ട് തല്ലുന്നവരെ. എടാ ഒന്ന് കേട്ടോ അവരൊക്കെ. സൂപ്പർ. അത് കൊള്ളായിരുന്നു ഗൈസ്. ഇനി ഗൈസ് നമുക്ക് ഓരോരുത്തർ അങ്ങനെ അങ്ങ് എടുത്ത് നേരെ അവരെ കയ്യിലോട്ടിട്ട് നമ്മൾ എന്തിനാ ചുമ്മാ ഈ കൊലക്കേസൊക്കെ ഏറ്റെടുക്കുന്നത്. കടത്തിവിടല്ലേ ഏട്ടാ. വെയിറ്റ് ചെയ്യ്. എന്തോ ഒരു സംശയമുണ്ട്. നമുക്ക് ഇവിടുത്തെ ആൾക്കാരെ ക്ലിയർ ആയടാ. വാ. ഓക്കെ ഇവനും കറക്റ്റാണ്. ഇതേപോലെ തന്നെ ഗൈസ് ഇവിടെ എസ്പെഷ്യലി പറഞ്ഞിരിക്കണ് തോക്ക്, കത്തി എന്നിവ ഒന്നും ഇവിടെ കടത്തി വിടരുത്. നോക്കി നമുക്ക് എന്തായാലും കറക്റ്റ് ചെക്ക് ചെയ്യാം. ഇവനെ കണ്ട കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡേ 2 കാര്യങ്ങൾ എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് തോന്നുന്നത്. എനിക്ക് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ. ഗെയിം ഓവർ. ലെറ്റ്സ് ഗോ. നമ്മുടെ ഗോള് കറക്റ്റ് ചെയ്യുന്നു. പാസഞ്ചേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്യുന്നു. ഒരാളെന്തോ നല്ല ആള് നമ്മൾ അറിയാതെ കൊന്നു ഏട്ടാ വെടിയേപ്പിന്റെ ഇടയിൽ. ഇനിയാണ് ഡേ 3. വാവ് ക്യാപ്റ്റൻ ഡാനിയൽ കീപ് ഡൂയിങ് വെൽ. ഐ മേഡ് അനദർ എയർപോർട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. എനിക്ക് എയർപോർട്ട് പണി കഴിഞ്ഞിട്ട് വേണം ഒരു പൊറോട്ടയും ചിക്കനും വാങ്ങി തന്നെ. നിനക്ക് ആ പൊറോട്ട ഇറച്ചിക്കറി വാങ്ങി തരുന്നുണ്ട് ഏട്ടാ. ഇവൻ ഗൈസ് ചുമ്മാ നല്ല ആൾക്കാരൊക്കെയാണ് ഗൈസ് കൊല്ലുന്നത്. നിങ്ങൾ തന്നെ പറ ഗൈസ് കണ്ടിട്ട്. ഓക്കെ അടുത്തൊരു കൂട്ട് സൂട്ടിട്ട് ഒരാള് വരുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്യാം. കുഴപ്പമില്ലടാ കടത്തിയിട്ടോടാ. ഇതാണാ പെണ്ണാ? മുടിയുണ്ട് എന്നാട്ട ആണുങ്ങൾ ഡ്രസ്. ഓക്കെ ഇവനെ നമുക്ക് കടത്തിയിടാം. ബൊമ്മേലിഞ്ഞെങ്ങാനും ബൊമ്മേനകത്ത് ബോംബൊന്നും ഉണ്ടാവില്ല. ഇവന്റെ മേത്തൊന്നും തുടങ്ങല്ലോടി. മക്കളെ നീ തിരിഞ്ഞെന്ന് നോക്കണ്ട കേട്ടോ. വാച്ചായിരുന്നു ഇതിവിടെ വാച്ച്. ഓക്കെ മൈഗോഡ് ഇവരെ കാട്ടി വലിയൊരു വാച്ച്. എനിക്ക് തോന്നുന്നു എല്ലാരും സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതില് ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കണവരെ മാത്രമേ ആക്ച്വലി സ്കാൻ ചെയ്താൽ മതി. കണ്ടോ ഇങ്ങനത്തെ ഇവന്റെ കയ്യിൽ എന്തുകൊണ്ട് എയർഫോൺ ആണ്. ഓക്കെ ഗൈസ് ഇവൻ വെറും വാഴയാണ് കേട്ടോ. അതായത് ഈ ഓഫീസർ ഗൈസ് അടുത്ത വട്ടം ഗൈസ് ആയി ഇവനെ കിക്ക് ചെയ്യും. ഇവൻ ചുമ്മാ പണിയൊന്നും നിൽക്കുന്നില്ല. പൊറോട്ട ഇറച്ചിക്കാർക്കും വേണ്ടി ചുമ്മാ വന്ന് നിൽക്കുകയാണ്. ഓ മൈ ഗോഡ്. ഒരു ഷോക്ക് അങ്ങോട്ട് തരുന്നു. ഇനി ഇങ്ങോട്ട് വാ. നിനക്കുള്ള സ്ഥലം അതുകൊണ്ട് ഇതാണ്. അയ്യോ പാവത്തിലിട്ട് പെരുമാറി. AK-47 ഒരു ഷോക്ക്. മക്കൾ ഇങ്ങ് വന്നേ അവിടെ കിടന്നു. ചവിട്ടി കൂട്ടറാവൻ അവന്റെ AK-47. നാളെ ഉണ്ടോ ഇതുപോലത്തെ. മക്കളെ വെയിറ്റ് ചെയ്യ്. അവിടെ നില്ല്. ഇവന് ബോംബ് വരുന്ന മുന്നേ പെട്ടെന്ന് എടുത്തിട്ടോ. സെറ്റ് ഗൈസ്. നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഇവന്റെ മുഖവും കറക്റ്റാണ്, മുടിയെല്ലാം കറക്റ്റാണ്. ഓട്ടെ എടാ പിടിയാടാ. ആരൊക്കെ വരുന്നുണ്ടോ? പേടിക്കണ്ട. ക്രിമിനൽസ് വരും. കൊല്ലു. പിന്നെ അല്ല ഇവന്റെ കയ്യിൽ എന്തോ പറയണ്ടേ. ഇതെന്താണ് സാധനം? എന്തോ സംതിങ് സസ്സാണല്ല. ഹെയർ ഡ്രയർ അല്ലേ? എന്തോ ഒരു സംശയമില്ല. എന്തിനാ ഇവ ഹെയർ ഡ്രയർ കൊണ്ടൊക്കെ വരുന്നെന്നാലും. എടാ അവിടെ തീ പിടിച്ചാ എന്തോ സംഭവം. അവിടെ എന്തോ ഉണ്ട്. എടാ അവിടെ തീ പിടിച്ച് തീ അല്ലല്ലോ. അവിടെ എന്തോ പ്രശ്നമുണ്ട്. കള്ളന്മാര് ഗൈസ്. ഓക്കെ എല്ലാത്തിനും നമ്മൾ ചവിട്ടി കൂട്ടിക്കണ്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഫൈനലി ഗൈസ് ഇന്നേക്ക് ഡേ 7 നമ്മൾ ഇത്രയും ദിവസം എന്നാലും കുഴപ്പമില്ലാതെ അടിച്ചു പൊളിച്ചെന്നാലും പോയി. ഞാനും ഡീപ്സ്റ്റർ ഓഫീസറും കൂടി. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ എന്തായാലും ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമുള്ള തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നവരെ എല്ലാ മച്ചന്മാർക്കും പീസ് ഔട്ട്. ബൈ.